പഠിക്കാൻ തോന്നുന്നില്ല അതിനിപ്പോ എന്ത് വഴി പറയാനാണ്? പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ തോന്നുന്നില്ല, മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കുറെ ഫോണെല്ലാം കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി തോന്നില്ല. അതിന്റെ സംഭവം എന്താ അറിയോ? നോക്ക്, നമ്മൾ ലൈഫിൽ ഒരു കാര്യം ചെയ്യാൻ തോന്നുകയോ നമ്മളൊരു കാര്യം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്നൊരു ഹാപ്പിനെസ് കിട്ടുമ്പോഴാണ്. സോ ഇതിനെ കുറച്ച് സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ ആ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഡോപ്പമിൻ ക്രിയേഷൻ വരുന്നു, നമുക്ക് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നു, അപ്പോൾ ഒരു ഡോപ്പമിൻ ക്രിയേഷൻ വരുന്നു. അപ്പൊ ആ ഡോപ്പമിൻ ക്രിയേഷൻ ആണ് നമ്മൾ അതിനെ പിന്നെ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നത്. ഡോപ്പമിൻ ക്രിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പണ്ടുള്ളവർ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇന്നൊക്കെ ഒരു ഡോപ്പമിൻ ക്രിയേഷൻ കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് ചെടി വളർത്തുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ക്രിയേഷൻ കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന സംഭവമാണ്. ജസ്റ്റ് ഒരു റീൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അതിൽ കാണുന്ന ഓരോരോ സാധനങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ സംഭവങ്ങൾ ഉണ്ടാവും. ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡോപ്പമിൻ റിലീസ് ആണ്. എനിക്ക് മാത്സിന്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് അതിന്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ, ഒരു ടഫ് പ്രോബ്ലം ചെയ്ത ആൻസർ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു ഡോപ്പമിൻ റിലീസ് ആണ്. അങ്ങനെ എനിക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിന്റെ ഒരു ഡോപ്പമിൻ ക്രിയേഷന്റെ നിന്റെ പഠനത്തിലൂടെ എനിക്ക് നല്ലൊരു മാർക്ക് കിട്ടുന്നു, അപ്രിസിയേഷൻ കിട്ടുന്നു, അവിടെ നിന്ന് എനിക്കൊരു എന്താ പറയാ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ജോലി നല്ലൊരു ഭാവിനെ പറ്റിയിട്ട് അതിന്റെ അടുത്തേക്ക് നീ അടുക്കുന്നു, അപ്പൊ നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിനക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ തന്നെ തലവരും. സയന്റിഫിക് ആയിട്ട് കണ്ടാൽ മതി. അല്ലാണ്ട് മറ്റേ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാനൊരു മോശക്കാരനാണ്, അങ്ങനെ കാണണ്ട. ബി സയന്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം.